ഹലോ, ഡി എമ്മും ഡി എഫും തമ്മിലുള്ള ഏജ് ഗ്യാപ്പിനെ പറ്റി മനസ്സിലാക്കാം. ടി എഫ് ജേർണിയിൽ ഡി എമ്മും ഡി എഫും തമ്മിലുള്ള പ്രണയത്തിന് ഏജ് ഗ്യാപ്പ് ഒരിക്കലും ഒരു തടസ്സമായിട്ട് വരുന്നില്ല. അവർക്കിടയിൽ ഏജ് ഗ്യാപ്പിനൊരു ലിമിറ്റ് കണ്ടീഷൻ പറയുന്നില്ല കേട്ടോ. പിന്നെ ഡി എമ്മിൻ്റെയും ഡി എഫിൻ്റെയും സോൾസിൻ്റെ ഏജ് സെയിം ആയിരിക്കും. കാരണം അവർ ഒരു സോളിൻ്റെ പകുതിയല്ലേ. അവർ ഒരുമിച്ച് ഒരു ആത്മാവായിട്ടല്ലേ ഈശ്വരൻ്റെ ഊർജത്തിൽ നിന്നും ഉത്ഭവിച്ചത്. പക്ഷേ ഈ സോൾസ് സ്വീകരിക്കുന്ന ശരീരത്തിനാണ് ഏജ് ഗ്യാപ്പ് വരുന്നത്. മനസ്സിലായോ? ഇവരുടെ ശരീരത്തിൻ്റെ ഏജ് 3 രീതിയിലാണുള്ളത്. ചില ഡി എമ്മിനും ഡി എഫിനും ഒരേ ഏജ് ആയിരിക്കും. ചില ഡി എംസിന് ഏജ് കൂടുതലും ഡി എഫിന് ഏജ് കുറവും ആയിരിക്കും. ചില ഡി എംസിന് ഏജ് കുറവും ഡി എഫിന് ഏജ് കൂടുതലും ആയിരിക്കും. ചില ട്വിൻ ഫ്ലെയിം തിയറീസ് പറയുന്നത് ഡി എമ്മിനും ഡി എഫിനും ഇടയ്ക്ക് മാസങ്ങൾ മുതൽ 40 വർഷം വരെയൊക്കെ ഏജ് ഗ്യാപ്പ് വരുമെന്നാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഏജ് ഗ്യാപ്പ് വരുന്നതെന്ന് നോക്കാം. എല്ലാ സോൾസും ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിലെത്തുന്നതിന് മുമ്പ് ആ സോൾസിന് ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴാണ് ഈ ഭൂമിയിൽ ജനിക്കേണ്ടതെന്നും ഏത് ഫാമിലിയിലാണ് ഞാൻ ജനിക്കേണ്ടതെന്നും എൻ്റെ ശരീരം എങ്ങനെയുള്ളതായിരിക്കണമെന്നും അതുപോലെ എൻ്റെ കൗണ്ടർ പാർട്ട്, അതായത് ആ സോളിൻ്റെ മറ്റേ പകുതി, എൻ്റെ കൗണ്ടർ പാർട്ട് ഭൂമിയിൽ ജന്മമെടുക്കുന്ന അതേ സമയത്ത് ജന്മമെടുക്കണോ, അതോ അവർ ജന്മമെടുത്തതിന് ശേഷമാണോ ജന്മമെടുക്കേണ്ടത്, അതോ അവർ ജന്മമെടുക്കുന്നതിന് മുമ്പാണോ ഞാൻ ജനിക്കേണ്ടത്, അതുപോലെ എപ്പോഴാണ് ഈ ശരീരം വിട്ട് ഞാൻ തിരിച്ചു വരേണ്ടത് എന്നൊക്കെയുള്ള പ്ലാന് ഈ സോളിന് മുമ്പേ ഉണ്ടായിരിക്കും. അതിനനുസരിച്ചാണ് ഈ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഓക്കെ. പിന്നെ ഈ സോള് ഈ പ്ലാനൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് അതിൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ അത് സ്വീകരിച്ച ശരീരം ചെയ്തു കൂട്ടിയ കർമ്മ അനുസരിച്ചായിരിക്കും. ആ കർമ്മ അനുസരിച്ചായിരിക്കും ഈ സോൾ ഇനി സ്വീകരിക്കാൻ പോകുന്ന ശരീരം ഭൂമിയിൽ ജനിക്കുന്നത്. മനസ്സിലായോ? ചില ഡി എഫ്സ് ആദ്യമേ ജനിക്കും, അതിനുശേഷമായിരിക്കും അവരുടെ ഡി എംസ് ജനിക്കുന്നത്. അതുപോലെ ചില ഡി എംസ് ആദ്യമേ ജനിക്കും, അതിനുശേഷമാണ് അവരുടെ ഡി എഫ് ജനിക്കുന്നത്. ചില ഡി എഫ്സും ഡി എംസും ഒരേ സമയത്ത് ജനിക്കും. അതുപോലെ അവരുടെ മരണവും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതും ഈ ഭൂമിയിൽ അവരുടെ കർമ്മഫലം തീരുന്നതിനനുസരിച്ചാണ്. ഓക്കെ. ഇനി ടി എഫ് ജേർണിയിൽ ഈ നീണ്ട ഏജ് ഗ്യാപ്പിലൂടെ ട്വിൻ ഫ്ലെയിംസ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന സത്യമായ ഒരു പാഠം ഇതാണ്: ദിവ്യമായ സ്നേഹത്തിൽ പ്രായവ്യത്യാസം ഒരിക്കലും ഒരു തടസ്സമല്ല എന്നത്. മനസ്സിലായോ? നമ്മുടെ രാധാദേവി ഭഗവാൻ കൃഷ്ണനേക്കാളും 11 മാസം മുതിർന്നതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഏജ് ഗ്യാപ്പ് എത്ര നീണ്ടതോ കുറഞ്ഞതോ ആയിക്കോട്ടെ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല.